ഹലോ, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു ഫ്രഞ്ച് ടോസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ പുതുതായി കാണണമെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഫ്രഞ്ച് ടോസ്റ്റ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് നമുക്കൊരു ബൗളിലേക്ക് ആദ്യമേ 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ അടുത്തോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് ഇത് കറുവാപ്പട്ട നമ്മൾ പൊടിച്ചെടുത്തതാണ്. കറുവാപ്പട്ട പൊടിച്ചതിന് ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 കപ്പ് പാലും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കറുവാപ്പട്ടയ്ക്ക് പകരം നമുക്ക് വാനില എസൻസ് ഉണ്ടെങ്കിൽ വാനില എസൻസും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മിക്സ് തയ്യാറായി കഴിഞ്ഞു. അടുത്തായിട്ട് നമുക്കൊരു പാനിലേക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം. ബട്ടറോ നെയ്യോ തേച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സിലേക്ക് ബ്രെഡ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് പാനിലേക്കൊന്ന് ഇട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ബ്രെഡിൻ്റെ പുറവശം കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ഈ ഒരു ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നതിനും വരെ ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഫ്രഞ്ച് ടോസ്റ്റിന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഫ്രഞ്ച് റോസ്റ്റ് എല്ലാം നമ്മൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കഴിക്കാൻ നേരം അതിന് മുകളിലേക്ക് കുറച്ച് ഹണി വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിർബന്ധമില്ല. കുറച്ച് ഹണി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ടോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.